തുടർച്ചയായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞു. വി കെയർ. സായ്കുമാർ, എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൂ കെയർസ് എന്ന് ചോദിച്ചയാളെ ഇനി കോൺഗ്രസിൽ ആര് കെയർ ചെയ്യും? തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുജയ. ഇപ്പോൾ അല്പം മുമ്പ് കോൺഗ്രസിന്റെ KPCC അധ്യക്ഷന്റെ പ്രതികരണം തന്നെ നമ്മൾ കേട്ടു. ഇതുവരെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പറഞ്ഞിരുന്നത് പരാതിയുമായി പോകട്ടെ, ഇതുവരെ ആരും പരാതി നൽകിയില്ലല്ലോ എന്നാണ്. പക്ഷേ ആ പരാതി ഇതാ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് തന്നെ ആ പെൺകുട്ടി എത്തിച്ചിരിക്കുന്നു. താൻ നേരിട്ട ദുരനുഭവം, താൻ നേരിട്ട പീഡനം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ എല്ലാ കാഠിന്യത്തോടും കൂടി തന്നെ ആ പരാതി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിലൊരു തുടർ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും അത് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അല്പം മുൻപ് വരെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പരാതി മുഖ്യമന്ത്രിയുടെ അടുക്കൽ എത്തിയെന്നറിഞ്ഞപ്പോൾ മുതൽ അപ്രത്യക്ഷനാവുകയും ഒളിവിലിരുന്നു കൊണ്ട് 4 വരി ഫേസ്ബുക്ക് കുറിപ്പ് ഇടുകയും ചെയ്തത്. ഇപ്പോഴും എവിടെയാണ് രാഹുൽ എന്നുള്ളത് അജ്ഞാതമാണ്. നമ്മൾ രാഹുൽ വിളിച്ച് 15 മിനിറ്റ് കണ്ണാടിയിലുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഓഫീസ് പൂട്ടി അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനടക്കം ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഏതു നിമിഷവും പോലീസിന്റെ ഒരു കേരള പോലീസിന്റെ കെയർ ഉടൻ തന്നെ അറിയും. അതെ, അത് തന്നെയാണ്. ആ ഒരു കെയർ ഉടൻ തന്നെ കിട്ടും എന്ന് രാഹുൽ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള തുടർ നീക്കങ്ങൾ രാഹുൽ ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്രമേൽ ഗൗരവമുള്ള പരാതിയാണ് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് എത്തിയിട്ടുള്ളത്. അത് അപ്പോൾ തന്നെ ADGPക്ക് അദ്ദേഹം കൈമാറുകയും അന്വേഷണത്തിന് അല്ലെങ്കിൽ ഉടൻ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശമടക്കം ഒരുപക്ഷെ പോലീസിന് കൊടുത്തിട്ടുണ്ടാകും. അത്രമേൽ ഗൗരവമുള്ള പരാതിയാണ് ആ പെൺകുട്ടി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വച്ചിട്ടുള്ളത്. അതിൽ തുടർ നടപടികൾ എടുക്കാൻ പോകാൻ സർക്കാരിനും കഴിയില്ല. എന്തായാലും അതിനിർണായകമായ ഈ സമയത്ത് തുടർ നടപടികളുമായി അതിവേഗത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ പരാതി എത്തിയപ്പോൾ മുതൽ തന്നെ രാഹുൽ അപ്രത്യക്ഷനായത്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെയും വീണ ജോർജിന്റെയും അതായത് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിലാണ് രാഹുൽ മുങ്ങിയത് എന്ന് വേണ്ടേ കരുതാൻ. കാരണം താൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് രാഹുലിന് നല്ല ബോധ്യമുണ്ടാകുമല്ലോ. അപ്പോൾ അതിന്റെയൊക്കെ വകുപ്പുകളും ഇതിനകം തന്നെ 3 മാസമായി ഈ ആരോപണം പുറത്തു വന്നിട്ട് അപ്പോൾ മുൻകൂർ ജാമ്യത്തിനായി അഭിഭാഷകരെയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കിയും വെച്ചിട്ടുണ്ടാകില്ലേ സായ്കുമാർ? തീർച്ചയായും ആ ഒരു തയ്യാറെടുപ്പ് രാഹുൽ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടാകും സുജയ, ഉറപ്പായും. കാരണം ഇതുവരെ പരാതി എത്തിയില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ പരാതി പോലീസിന്റെയോ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയാൽ സ്വീകരിക്കേണ്ട നടപടികളടക്കം രാഹുൽ സ്വാഭാവികമായും മുന്നിൽ കണ്ടിട്ടുണ്ടാകും. അത്തരം നടപടികളിലേക്ക്, അത്തരം പ്രതിരോധ നീക്കങ്ങളിലേക്ക് ഇപ്പോൾ രാഹുൽ കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടി പൂർണ്ണമായും ഇപ്പോൾ അദ്ദേഹത്തെ കൈയൊഴിയുന്ന പ്രതികരണമാണ് അല്പം മുൻപ് സണ്ണി ജോസഫിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് നേതാക്കൾ കൈയൊഴിയുന്നുണ്ട്. പക്ഷേ സുധാകരന്റെ അടക്കം മറു വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതുമാണ്. പക്ഷേ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഔദ്യോഗിക പദവികളിൽ ഇരിക്കുന്ന നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഈ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, മുഖ്യമന്ത്രിയുടെ പക്കലാണ് പരാതി എത്തിയത്, അദ്ദേഹം തുടർ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇനി പോലീസിന്റെ കോർട്ടിലാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇത് ഗൗരവമുള്ള പരാതിയാണ്. ലൈംഗിക പീഡനം അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പരാതിയാണ്. ഒരു ജനപ്രതിനിധിക്കെതിരെയാണ്, യുവ നേതാവിനെതിരെയാണ്. അപ്പോൾ അത്രമേൽ ആ പെൺകുട്ടിയുടെ ശബ്ദ സംരക്ഷണമൊക്കെ നമ്മൾ കേട്ടതാണ്. അത്രമേൽ വലിയ പീഡനവും മാനസിക സംഘർഷവും ഒക്കെ അനുഭവിച്ചതാണ്. അന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇതൊരു പരാതിയായി എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്നാണ്. കുറേ നാൾ വീട്ടിൽ ഇരുന്ന രാഹുൽ പിന്നീട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം സജീവമാവുകയും അന്നടക്കം രാഹുൽ പറയുന്നത് നിയമത്തിന് മുന്നിൽ തെളിയിക്കും, അങ്ങനെ ഒരു പരാതി എത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി തന്നെ ആ പരാതി ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ അത് വളരെ വേഗത്തിൽ പോലീസിന് കൈമാറുന്നു.